ബാച്ച് നമ്പർ 122 കോഴിക്കുട്ടികളുടെ വാസസ്ഥലം ഇതായിരുന്നു. ഇന്ന് അല്പം മുമ്പ് ഞങ്ങളുടെ ഒരു വിലയേറിയ കസ്റ്റമർ എല്ലാ കുട്ടികളെയും മേടിച്ചു കൊണ്ടുപോയി. ഇനിയിപ്പോൾ ആ കൂട്ടിലേക്ക് മറ്റൊരു ബാച്ചിനെ ഇടണം. മറ്റൊരു ബാച്ചിനെ ഈ കൂട്ടിലേക്ക് ഇടുന്നതിന് മുൻപ് ഈ സ്ഥലം വൃത്തിയാക്കേണ്ടതുണ്ട്. വൃത്തിയാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസിൻഫെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത്തരം ജോലികൾക്ക് ഞാൻ സാധാരണ വില കൂടിയ ഡിസിൻഫെക്റ്റന്റുകൾ ഉപയോഗിക്കാറില്ല. മറിച്ച് വളരെ എഫക്റ്റീവായ മറ്റൊരു കാര്യം ചെയ്യുന്നു. അതെ, കുമ്മായം തന്നെ. ഈ മുഴുവൻ സ്ഥലത്തും കുമ്മായം നല്ല രീതിയിൽ വിതറി 1-2 ദിവസം കാത്തിരിക്കണം. രോഗങ്ങൾ ഉണ്ടാക്കുന്ന പല അണുക്കളും നശിക്കുന്നതോടൊപ്പം പൂപ്പലുകളും നശിപ്പിക്കപ്പെടുന്നു. പൂപ്പലുകൾ എന്നാൽ ഫംഗസുകൾ. ഫംഗസുകൾ കോഴിക്കുട്ടികൾക്ക് മാരകമായ ഒരു സാധനമാണ്. ഒരു ചെറിയ പ്രശ്നം മാത്രം. കുമ്മായം ഉപയോഗിച്ച് ഇത്തരത്തിൽ വൃത്തിയാക്കുമ്പോൾ 2-3 ദിവസമെങ്കിലും സമയം അനുവദിക്കണം. 2 ആഴ്ച സമയം അനുവദിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെ. അതായത് കുമ്മായം വിതറിയതിനു ശേഷം 2-3 ദിവസം മുതൽ 2 ആഴ്ച വരെ താങ്കൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാത്രം കോഴികളെ ആ കൂട്ടിലേക്ക് മാറ്റേണ്ടതാണ്. ഇത് പലർക്കും പറഞ്ഞു കൊടുത്താലും ചെയ്യാൻ മടിയാണ്. മടിക്കാതെ ചെയ്തോളൂ, തീർച്ചയായും ഗുണം ചെയ്യും. താങ്കൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഓരോ വീഡിയോ റിലീസ് ചെയ്യുമ്പോഴും താങ്കൾക്ക് അതിൻ്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 124 നമ്പർ ബാച്ചിൻ്റെ വീടാണ് ഇപ്പോഴിവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഗൃഹപ്രവേശന കർമ്മം ഉണ്ടായിരിക്കുന്നതാണ്. ഈ യൂട്യൂബ് ചാനലിന് നോട്ടിഫിക്കേഷൻ പെർമിഷൻ തന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബർമാർക്കും 124 നമ്പർ ബാച്ചിൻ്റെ ഗൃഹപ്രവേശന കർമ്മത്തിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ അയക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. താങ്കൾക്കും നോട്ടിഫിക്കേഷൻ അയക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിനാൽ താങ്കളും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.